ഹലോ ആൾഫി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രാവലിൻ്റെ വീഡിയോസ് എന്താ ഇടാത്തതെന്ന്. സോ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ട്രാവലിൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടി തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് ഡ്യൂറിങ് ലോക്ക്ഡൗൺ. പക്ഷേ ഇപ്പോൾ കണ്ടീഷൻസ് മാറി വരുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ ട്രാവലിൻ്റെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോംസിനെ പറ്റിയിട്ടുള്ള കുറച്ച് നേക്കഡ് ട്രൂത്ത്സാണ്. ഞാൻ സ്ഥിരമായിട്ട് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ കുറച്ച് നേക്കഡ് ട്രൂത്ത്സ് അതൊന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ ഓൾഡ് ഏജ് ഹോംസ് നമുക്കറിയാം, നമ്മുടെ ഇത്രയും കൾച്ചറൽ ഹെറിറ്റേജ് അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിൽ ഇത്ര ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഓൾഡ് ഏജ് ഹോംസ് ഇന്ത്യയിൽ കൂടുന്നത്? ഇത് നല്ലതാണോ? അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോംസിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇപ്പോൾ ഈ ഓൾഡ് ഏജ് ഹോംസ് കൂടുന്നതുകൊണ്ട് നല്ലതാണോ ഉണ്ടാകുന്നത്? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് ക്ലിപ്പിങ്സ് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന കഥകളുമായിട്ടാണ് മാതാപിതാക്കൾ ഓൾഡ് ഏജ് ഹോംസിലേക്ക് എത്തപ്പെടുന്നത്. അപ്പം ഇത്രയും കൾച്ചറൽ ഹെറിറ്റേജ് അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഓൾഡ് ഏജ് ഹോംസ് കൂടുന്നത്? നമുക്കറിയാം, നമ്മൾ വിദേശികളെ എല്ലാ കാര്യത്തിലും അന്ധമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. അവരുടെ ഡ്രസ്സാണെങ്കിലും ഫുഡാണെങ്കിലും ഫാഷനാണെങ്കിലും ഫുഡ് കഴിക്കുന്ന സ്റ്റൈലാണെങ്കിൽ കൂടി നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അവിടെ എത്ര ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്? വിദേശ രാജ്യങ്ങളിൽ എത്ര ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്? ഇന്ത്യയിൽ മാത്രം എന്താണ് ഇങ്ങനെ ഓൾഡ് ഏജ് ഹോംസ് കൂടിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ഏജ് കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള പേരൻസിനെ മക്കൾ ഒരു ATM മെഷീനായിട്ടും അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത കുറച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പേരൻസിനെ ഒരു ഏജ് ലെവൽ കഴിഞ്ഞാൽ മക്കൾ ഒരു ഡസ്റ്റ്ബിനായിട്ടും കാണുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഓൾഡ് ഏജ് ഹോംസിൽ നമ്മൾ ഫസ്റ്റ് ഓൾഡ് ഏജ് ഹോംസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ചെറുപ്പക്കാരായ ആളുകളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവിടെ താമസിക്കുന്ന ഫസ്റ്റ് അവരുടെ മുഖത്തുണ്ടാകുന്ന വികാരം എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. നല്ല ദേഷ്യമാണ് അവരുടെ മുഖത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്ന വികാരം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായ ആളുകളെ അവിടെ കാണുമ്പോൾ അവർ ഫസ്റ്റ് ചിന്തിക്കുന്ന ഇവർ അല്ലെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുവിടാൻ വന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഫസ്റ്റ് ഉണ്ടാകുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും റിപ്രസ്ഡ് ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ ആദ്യം അവരുടെ മുഖത്തുണ്ടാകുന്ന ഫീലിംഗ് ദേഷ്യമാണ്. അപ്പോൾ അതിന് ശേഷം അവർ അവിടുത്തെ തന്നെ സ്റ്റാഫിനോട് ചോദിച്ചറിയുകയും അങ്ങനെ ഒരു പർപ്പസിനല്ല മറ്റൊരു പർപ്പസിനാണ് ഇവർ വന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ തന്നെ ചേഞ്ച് ആവുന്നു. അപ്പം
അത്രയും ബുദ്ധിമുട്ടോടു കൂടിയാണ് അവരവിടെ കഴിയുന്നത്, അല്ലെങ്കിൽ അത്രയും വേദനയോടു കൂടിയാണ് ഓൾഡ് ഏജ് ഹോംസിൽ പാരൻസ് കഴിയുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്തുകൊണ്ടാണ് ഒരു ഏജ് ലെവൽ കഴിയുന്നതോടുകൂടി മക്കൾക്ക് എന്തുകൊണ്ടാണ് പേരൻസ് വേണ്ടതാവുന്നത്? അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം ഈ ഓൾഡ് ഏജ് ഹോംസിലുള്ള മാതാപിതാക്കൾ അവർ ഓരോരുത്തർക്കും കാണും ഓരോരോ കഥകൾ പറയാനായിട്ട്. അവരിൽ പലരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, മക്കൾ പലരും പറയുന്നു മക്കളെ വളർത്തേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ് എന്നാണ് മക്കൾ അവകാശപ്പെടുന്നത്. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പം മക്കളെ വളർത്തേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ്. അപ്പോൾ ഈ മക്കൾക്ക് തിരിച്ച് പാരൻസിനോടൊരു കടമയില്ലേ? അതുണ്ടെന്ന് അവരാരും അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോംസിലെ പല അമ്മമാരും പറയാറുണ്ട്, എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി, എല്ലാ ദിവസവും വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മകൻ അല്ലെങ്കിൽ മകൾ പോയത്. ബട്ട് ഇപ്പോൾ 6 മന്തായിട്ട് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കോളില്ല, എഴുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കൾക്കൊരു ശല്യമായി മാറുന്നത്? അത്രയും നർച്ചർ ചെയ്ത് അത്രയും നറിഷ് ചെയ്ത് നമ്മളെ ഒരു ഏജ് ലെവൽ വരെ വളർത്തിക്കൊണ്ട് വരുന്ന മാതാപിതാക്കൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് മക്കൾക്ക് ശല്യമായി മാറുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ വേണ്ടാത്തവരായി മാറുന്നത്? എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത്? ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിലും അവർ കുട്ടികളെ ഒരു 12 ഇയേഴ്സൊക്കെ ആകുമ്പോൾ തൊട്ട് അവർ കുട്ടികളെ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ അവരുടെ കാര്യം നോക്കുന്നു, അവർ പഠിക്കുന്നു, അതോടൊപ്പം പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ തന്നെ ഓരോ കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുന്നു, അവർ തന്നെ ഏൺ ചെയ്യുന്നു, മറ്റു കാര്യങ്ങളെല്ലാം അവർ തന്നെ നോക്കുന്നു. അപ്പോൾ അവർ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പേരൻസിൻ്റെ സ്വത്താവട്ടെ ഫെയിം ആവട്ടെ ഒന്നും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പേരൻസ് കുട്ടികളെ അവിടെ വളർത്തുന്ന ഒരു രീതി അതാണ്. അതുകൊണ്ട് തന്നെ അവർ പേരൻസിൻ്റെ സ്വത്ത് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വത്ത് വാങ്ങിച്ചിട്ട് പേരൻസിനെ വഴിയിൽ ഇറക്കി വിടുന്നില്ല. അപ്പോൾ അവർ അവരുടെ സ്വന്തം കാലിൽ അവർ നിൽക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലാവട്ടെ, നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ കാണുന്നൊരു സവിശേഷത നേരെ തിരിച്ചാണ്. പല പാരൻസും അവരുടെ ലൈഫ് ടൈം ഫുൾ, ഇപ്പോൾ അവരുടെ ലൈഫിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. കടബാധ്യതകളായാലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പേരൻസിൻ്റെ ഇടയിലുണ്ടെങ്കിലും അവരതൊന്നും അറിയിക്കാതെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നു. ഒരു 20-25 ഇയേഴ്സ് വരെ അവർ നന്നായിട്ട് തന്നെ മക്കളെ വളർത്തുന്നു. അതിനുശേഷം മക്കൾക്ക് വേണ്ടാണ്ടാവുന്നു പേരൻറ്റ്. അപ്പം അതുവരെ വളർത്തിക്കൊണ്ട് വരുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നതിലും തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവിടെ കുട്ടികളെ 12 ഇയേഴ്സ് തൊട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആക്കി വിടുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു 25 ഇയേഴ്സ് വരെ കുട്ടികൾ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം അവർ പല പാരൻസും വീട്ടിലെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നു. ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അവരുടെ ലൈഫേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു, തിരിച്ച് കുട്ടികൾ അവരെ നോക്കും, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷെ കണ്ടുവരുന്നത് നേരെ തിരിച്ചാണ്. പേരൻസ് വളർത്തിക്കൊണ്ട് വന്ന് ഒരു ലെവലിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അത്രയും നറിഷ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്ന പേരൻസിനെ പിന്നെ തിരിഞ്ഞേ നോക്കുന്നില്ല. ബട്ട് വിദേശ രാജ്യങ്ങളിൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന പേരൻറ്റിനെ അവർ ലവ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ അവസ്ഥ, നമ്മൾ ഇത്രയും നർച്ചർ ചെയ്ത് കെയർ ചെയ്ത് നമുക്കെല്ലാം അവരുടെ ബുദ്ധിമുട്ടുകൾ പോലും അറിയിക്കാതെ നമ്മളെ ഇത്രയും കേപ്പബിൾ ആക്കി കൊണ്ടുവരുന്ന പാരൻസിനെ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ഓൾഡ് ഏജ് ഹോംസിൽ പല അമ്മമാരും അല്ലെങ്കിൽ പല അച്ഛന്മാരും പറയാറുണ്ട്, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നെങ്കിലും വരും, അല്ലെങ്കിൽ അവൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അവൻ വരും എന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് അച്ഛനും ഒരുപാട് അമ്മമാരും ഓൾഡ് ഏജ് ഹോംസിലുണ്ട്. അപ്പം അത്രയും അവരെ നികൃഷ്ടമായിട്ട് കൊണ്ട് തള്ളിയിട്ട് പോലും അവരവരുടെ കുട്ടികളെ കേഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു വേദനിപ്പിക്കുന്ന വസ്തുത. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ വേദന തോന്നുന്നൊരു കാര്യമാണ്. ഓൾഡ് ഏജ് ഹോംസിലെ അച്ഛന്മാരോടും
അമ്മമാരോടും സംസാരിച്ച് കഴിയുമ്പോൾ വളരെ വേദന തോന്നുന്നൊരു അവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് ഇത്രയധികം മക്കൾ പാരൻസിന് ഒരു ദയയുമില്ലാതെ ഓൾഡ് ഏജ് ഹോംസിൽ കൊണ്ടുവന്ന് തള്ളുന്നത്? എത്ര ക്രൂവലായിട്ട് എന്തുകൊണ്ട് മക്കൾ പെരുമാറുന്നു? അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ അവരെ അത്രയും നന്നായി വളർത്തി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പാരൻസിന് എന്തുകൊണ്ടാണ് ഒറ്റ നിമിഷം കൊണ്ട് മക്കൾക്ക് വേണ്ടാതാവുന്നത്? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് അത്രയും ഓൾഡ് ഏജ് ഹോംസ് നമ്മുടെ നാട്ടിൽ കൂടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടികൾ വെൽബീയിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ പേരൻസിനെ റിച്ചായിട്ടുള്ള പേരൻസിനെ അവർ കൺസിഡർ ചെയ്യുന്നത് ATM മെഷീനായിട്ട്, കുറച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പേരൻസിനെ അവർ കൺസിഡർ ചെയ്യുന്നത് ഡസ്റ്റ്ബിനായിട്ടാണ്. അപ്പം അത്രയും രണ്ട് എക്സ്ട്രീം ലെവലിലാണ് നമ്മുടെ നാട്ടിൽ പാരൻസിനെ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എക്സെപ്ഷണൽ കേസസ് എല്ലാത്തിലും ഉണ്ട്. അപ്പം ഓൾഡ് ഏജ് ഹോംസിൽ വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. കാര്യം പല പാരൻസും പറയാറുണ്ട് ഞങ്ങളോട്, എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്. അതിലേറ്റവും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികമൊന്നും പ്രായമാകാത്ത അച്ഛനമ്മമാർ വരെ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോംസിലുണ്ട്. എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ മകൻ അല്ലെങ്കിൽ മകൾ വെൽബീയിങ് ആയപ്പോൾ സ്വത്ത് വാങ്ങിച്ചു, എന്നിട്ട് അമ്മേനെ ഇറക്കി വിട്ടു അല്ലെങ്കിൽ അച്ഛനെ ഇറക്കി വിട്ടു. കാര്യം അച്ഛൻ അല്ലെങ്കിൽ അമ്മയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സ്വത്ത് വാങ്ങുന്നതോടുകൂടി അവർക്ക് തീരെയാണ്. അത്രയേ ഉള്ളൂ അവർക്ക് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ സ്വന്തം കാലിൽ നിൽക്കാൻ 12 വയസ്സ് മുതൽ പ്രാപ്തരാകുന്ന പാരൻസിനോട് പോലും മക്കൾക്കുള്ള ഒരു ഒബ്ലിഗേഷൻ്റെ 1/4% പോലും നമ്മുടെ നാട്ടിൽ പാരൻസിനോട് മക്കൾ കാണിക്കാറില്ല. അതുപോലെ പലരും പറയാറുണ്ട് മക്കളെ പിടിച്ച് തള്ളിയ പാരൻസൊക്കെ, പലരും പല ഡാമേജൊക്കെയുള്ള പാരൻസൊക്കെ ഉണ്ട്. ഹെഡ് ബ്രോക്കൺ ആയവരും കയ്യിൽ ഫ്രാക്ചേർഡ് ഉള്ളവരും ഒക്കെ ഉണ്ട്. മകൻ അല്ലെങ്കിൽ മകൾ പിടിച്ച് തള്ളി, എനിക്ക് ഒരുപാട് കാരണങ്ങൾ അവർക്ക് പറയാനുണ്ട്. എങ്ങനെ കഴിയുന്നു ഇത്ര ക്രൂവലായിട്ട് പാരൻസിനോട് ചെയ്യാൻ എങ്ങനെ കഴിയുന്നു ഒരു മകൻ അല്ലെങ്കിൽ മകൾക്ക്? എന്തുകൊണ്ടാണ് പേരൻസ് അവർക്ക് മണി പ്രൊഡ്യൂസിങ് മെഷീൻ മാത്രമായി മാറുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നാളെ എൻ്റെ കുട്ടി എന്നോടും ഇത് തന്നെ ആയിരിക്കും ചെയ്യുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറഞ്ഞാൽ വൈകി മാത്രം ഉണ്ടാകുന്ന തിരിച്ചറിവുകളാണ്. അപ്പോൾ ആ തിരിച്ചറിവുകൾ ഉണ്ടാകാത്തതിൻ്റെ പേരിലായിരിക്കും ഇത്രയും ക്രൂവലാകാൻ മക്കൾക്ക് കഴിയുന്നത്. ചിലപ്പോൾ ആകാം. അല്ലെങ്കിൽ ഒരു പാരൻറ്റിന് നമ്മളെ നർച്ചർ ചെയ്യുന്ന, നമ്മളെ കെയർ ചെയ്യുന്ന, അവരുടെ കഴിവിൻ്റെ പരമാവധിയിൽ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരു പാരൻറ്റിന് നമ്മുടെ വെൽബീയിങ് ആയി കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ പേരൻറ്റ് ശല്യമായി മാറുന്നത്? അതുപോലെ തന്നെ ഈ ഓൾഡ് ഏജ് ഹോംസിലുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞങ്ങളോട് മക്കൾ ചെയ്തത് അവരോട് നാളെ അവരുടെ മക്കൾ ചെയ്യരുതേ എന്നാണ് അവർ പറയുന്നത്. അത്രയും ക്രൂരമായി നികൃഷ്ടമായിട്ട് ഉപദ്രവിച്ച് അവരെ അവിടെ കൊണ്ട് തള്ളിയിട്ടും അവർ പറയുന്നത് ഞങ്ങളോട് ഞങ്ങളുടെ മക്കൾ ചെയ്തത് അവരുടെ മക്കൾ നാളെ അവരോട് ചെയ്യാതിരിക്കട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, അവർ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പലരും പറയുന്നുണ്ട് കുട്ടികൾ വളരെ അസഭ്യമായിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിച്ചത് കാരണം പല പാരൻസും വീട് വിട്ടിറങ്ങി ഓൾഡ് ഏജ് ഹോംസിൽ വന്നിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ. അപ്പം അങ്ങനത്തെ ഉള്ളവർ പറയുന്നത് കേൾക്കണം. വളരെ അസഭ്യമായ ഭാഷ. അപ്പോൾ പാരൻസിനെ എന്തുകൊണ്ടാണ് ഇത്രയും
ഡീവാല്യൂ ചെയ്യപ്പെടുന്നത്. ഒരു ഏജ് കഴിഞ്ഞാൽ, ഒരു ഏജ് ലെവൽ കഴിഞ്ഞാൽ പാരൻസിനെ എന്തുകൊണ്ടാണ് ഇത്രയും ഡീവാല്യൂ ചെയ്യപ്പെടുന്നത്? കുട്ടികൾ വെൽബീങ് ആയി കഴിഞ്ഞാൽ പിന്നെ പാരൻസ് എന്നുള്ളത് എന്തുകൊണ്ടാണ് മണി മെഷീൻ അല്ലെങ്കിൽ ഡസ്റ്റ്ബിനായിട്ട് മാറുന്നത്? വളരെയധികം മോശപ്പെട്ട ഒരു പ്രവണതയാണിത്. അപ്പം നമ്മൾ നമ്മുടെ പാരൻസിനോട് കാണിക്കുന്നത് തന്നെയായിരിക്കാം നാളെ നമ്മുടെ കുട്ടികൾ നമുക്ക് തിരിച്ചു തരുന്നത്. സോ അവരും വെൽബീങ് ആയി കഴിയുമ്പോൾ അവരും നമ്മളോട് ചെയ്യുന്നത് ഇത് തന്നെയാകാം. ബട്ട് ടു അവോയ്ഡ് ദിസ്, ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കഥ തന്നെയാണ്. ഒരു കുട്ടി, അതിൻ്റെ അച്ഛനോട് പ്രായമായ പിതാവിനോട് എല്ലാ ദിവസവും ചിരട്ടയിലായിരുന്നു കഞ്ഞി കൊടുത്തിരുന്നത്. അപ്പോൾ ആ അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞ് ചിരട്ട കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ നീ ചിരട്ട കഴുകി വെക്കുന്നത്? അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ അച്ഛന് കഞ്ഞി കൊടുത്തതുപോലെ നാളെ അച്ഛൻ ഓൾഡ് ഏജ് ആകുമ്പോൾ എനിക്ക് കഞ്ഞി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിരട്ട കഴുകി വെക്കുന്നത്. അച്ഛന് കഞ്ഞി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിരട്ട കഴുകി സൂക്ഷിച്ച് വെക്കുന്നത്. സോ യു മേ ഗെറ്റ് വാട്ട് യു ഹാവ് ഡൺ, അത്രേ ഉള്ളൂ. സോ അതപ്പം നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. क्या है माँ, क्या हुआ? क्यों अपना सामान रोज इधर उधर रखकर सबको परेशान करती रहती हो? क्या ढूंढ रही हो? बेटा चश्मा नहीं मिल रहा, वही ढूंढ रही हूँ। माँ सामने रखा है चश्मा, तुम ना सचमुच अंधी हो गई हो। थैंक यू। राहुल बैग पैक किया, टिफिन रखा, पेंसिल कटर सब रख लिया ना? कुछ भूले तो नहीं? अच्छा बेटा अभी तक नाश्ता नहीं किया, स्कूल बस आ जाएगी, जल्दी करो चलो। मम्मी आप कितनी बड़बड़ करती हो, कभी आपसे मुझे छुटकारा मिलेगा? नेहा मेरा चश्मा देखा क्या? राहुल बेटा मेरा चश्मा देखा? पापा आप सचमुच अंधे हो गए, ये लो आपका चश्मा। ये क्या तरीका है बड़ों से बात करने का? यही सीखते स्कूल में जाके? पापा मैं स्कूल में नहीं सीखा, आपसे सीखा हूँ। मम्मी कल मैंने आपको नीलू की दवाई का पर्चा दिया था, वो कहाँ है? मुझे ऑफिस से लौटते हुए उसकी दवाई लेकर आनी है। कौन सा पर्चा बेटा? मम्मा आप बूढ़ी हो गई हो, सठिया गई हो, हर बात भूल जाती हो। बेटा मैं सच कह रही हूँ, तुमने मुझे कोई पर्चा नहीं दिया। पापा ये रहा पर्चा, ये आपने मुझे टेबल पर रखने के लिए दिया था। ओ हाँ ये तो मैं भूल ही गया था। पापा बूढ़े हो गए हो, सठिया गए हो, हर बात भूल जाते हो। बदतमीज, बड़ों से ऐसे बात करते हैं? क्यों मम्मी, पापा ने भी तो दादी से ऐसे ही कहा था। दादी क्या पापा से छोटी है? देखा आपने, अब तो ये भी इन्हीं की बोली बोलने लग गया। चल जा स्कूल का टाइम। क्या चाहिए आपको? बेटा ये गद्दे देख रहे हो कैसे फट गए हैं, पुराने हो गए हैं। 20 गद्दे लाकर इस आश्रम में रख देना और किचन में एक फ्रिज लाके रख देना। खाना बासी हो जाता है, बुढ़ापे में भूख तो कम लगती है, बट लगती तो है, खाना तो पड़ता है।
और बेटा ये पंखा देख रहे हो, बस इसका भी कोई भरोसा नहीं है, कभी भी बंद हो जाएगा। तो 5 पंखे लाकर इस आश्रम में दे देना। माँ, अगर आपको यहाँ पे इतनी प्रॉब्लम थी तो मुझे पहले कह दिया होता ना, हम दूसरी जगह देख लेते। अभी शिकायत करके क्या फायदा? मैंने तो बेटा 12 साल इस आश्रम में बिताए हैं, मुझे तो इन चीज़ों की आदत सी हो गई है। मुझे तो औरों की परवाह है, खासकर तुम्हारी। इन सब चीज़ों की ना होने से मुझे कोई तकलीफ नहीं होगी, तुम्हें तो होगी ना, क्योंकि जब तुम्हारा बेटा तुम्हें यहाँ रख के जाएगा, तुम्हें संभालने के लिए मैं नहीं रहूंगी। ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് നമ്മുടെ കുട്ടികളും ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പാരൻസിനോട് നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത് തന്നെയാണ് നമ്മുടെ കുട്ടികൾ അവരുടെ പാരൻസിനോടും ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ പാരൻസിനെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളുമ്പോൾ, ട്രീറ്റ് ചെയ്യുമ്പോൾ, മിസ്ബിഹേവ് ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും നാളെ നമുക്കും കിട്ടാവുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ ലോകത്ത് ഒരു കുട്ടിക്കും സ്വന്തം പാരൻറ്റിനെ കൊണ്ടുപോയി തള്ളാനോ മിസ്ട്രീറ്റ് ചെയ്യാനോ ബിഹേവ് ചെയ്യാനോ ഒന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. സോ ഇത്രയുള്ളൂ പറയാൻ. സോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.